الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിന്ന് സൂറത്തുൽ അൻഫാലിലെ 61-62 സൂക്തങ്ങൾ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن جنحوا للسلم فاجنح لها وتوكل على الله. إنه هو السميع العليم. فإن يريدوا أن يخدعوك فإن حسبك الله. هو الذي أيدك بنصره وبالمؤمنين. وإن جنحوا, ഇനി അവർ ചായുകയാണെങ്കിൽ, ലിസൽമി സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ സന്ധിയിലേക്ക്, ഫജ്നഹ് ലഹ താങ്കളും ആ സമാധാനത്തിലേക്കു ചായണം അല്ലെങ്കിൽ സന്ധിയിലേക്ക് ചായണം. അവർ സന്ധിക്ക് തയ്യാറാണെങ്കിൽ, അവർ സമാധാനത്തിന് തയ്യാറാണെങ്കിൽ താങ്കളും അതിനൊരുങ്ങണം. വതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, തീർച്ചയായും അവൻ സമീഉ സർവവും കേൾക്കുന്നവനാണ്, അൽ അലീം സർവതും അറിയുന്നവനുമാണ്. വഇൻ യുരീദു, അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അൻ യഖ്ദഊക അവർ താങ്കളെ വഞ്ചിക്കാൻ, ഫഇന്ന ഹസ്ബക്കല്ലാഹ് അപ്പോൾ തീർച്ചയായും താങ്കൾക്ക് അല്ലാഹു മതിയാകും. ഹുവല്ലദി അയ്യദക അവനാകുന്നു താങ്കളെ സഹായിച്ചത്, ബിനസ്രിഹി അവൻ്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് കരുത്തേകിയത്, വബിൽ മുഅ്മിനീൻ വിശ്വാസികളെ കൊണ്ടും. ഒന്നുകൂടെ അർത്ഥം പറയാം. വഇൻ ജനഹു ലിസ്സൽമി, ജനഹ യജ്നഹു ചായുക, ചെരിയുക, ആഭിമുഖ്യം കാണിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സൽമ് എന്ന സന്ധി അല്ലെങ്കിൽ സമാധാനം ആണോ വാക്ക്. സൽമ്, സിൽമ്, ഇസ്ലാം ഇതൊക്കെ ഒരു ധാതുവിൽ നിന്നുണ്ടായതാണ്. സൽമ് സന്ധി അല്ലെങ്കിൽ സമാധാനം. സിൽമ് ഇസ്ലാമിൻ്റെ പര്യായമായിട്ട് നമ്മൾ സൂറത്ത് അൽ ബഖറയിൽ പഠിച്ചിട്ടുണ്ട്. ഉദ്ഖുലു ഫിസ്സിൽമി കാഫത്തൻ, നമുക്കറിയുന്നതാണത്. വഇൻ ജനഹു ലിസ്സൽമി, അവർ സൽമിലേക്ക് സമാധാനത്തിലേക്ക് ചായുകയാണെങ്കിൽ, ഫജ്നഹ് ലഹ താങ്കളും അതിലേക്കു തന്നെ എത്തണം, അതിലേക്കു ചായണം. വതവക്കൽ അലല്ലാഹ് അല്ലാഹുവിനെ ഭരമേൽപ്പിക്കണം. ഇന്നഹു ഹുവസ് സമീഉൽ അലീം അവൻ സർവ്വതും കേൾക്കുന്നവനും സർവ്വതും അറിയുന്നവനുമാകുന്നു. വഇൻ യുരീദു അൻ യഖ്ദഊക അവർ ഇനി താങ്കളെ വഞ്ചിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫഇന്ന ഹസ്ബക്കല്ലാഹ് അപ്പോൾ തീർച്ചയായും താങ്കൾക്ക് അള്ളാഹു മതിയാകും. അവരുടെ ആ വഞ്ചന തിരിച്ചറിഞ്ഞ് അള്ളാഹു താങ്കളുടെ കൂടെ ഉണ്ടാകും. ഹുവല്ലദി അയ്യദക ബിനസ്രിഹി അവനാണ് അവൻ്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് കരുത്തു തന്നത്, വബിൽ മുഅ്മിനീൻ വിശ്വാസികളെ കൊണ്ടും. അർത്ഥം വ്യക്തമാണ്. പെട്ടെന്ന് കയറി വെറുതെ അതിർരാജ്യങ്ങളെ അല്ലെങ്കിൽ സഖ്യകക്ഷികളെ ആക്രമിക്കുക എന്നൊരു നയം ഇസ്ലാമിനില്ല. അത് ഇസ്ലാമിക രാജ്യത്തിൻ്റെ നയമാകാവതുമല്ല. സമാധാനമാണ് അയൽപക്കത്തുള്ളവരൊക്കെ ആഗ്രഹിക്കുന്നതെങ്കിൽ താങ്കളും അങ്ങനെ തന്നെ സമാധാനം കഴിയണം. സമാധാനത്തെ വിചാരിക്കണം, സമാധാനം കരുതണം. അതാണ് വഇൻ ജനഹു ലിസ്സൽമി. ഏകപക്ഷീയമായി യാതൊരു പ്രകോപനവുമില്ലാതെ ഒരു രാജ്യത്തെയും കടന്നാക്രമിച്ചുകൂടാ. വളരെ കർശനമായൊരു നിർദ്ദേശമാണ്. അതാണ് വഇൻ ജനഹു ലിസ്സൽമി
അവർ അയൽപ്രദേശത്തുള്ളവർ അല്ലെങ്കിൽ അയൽ രാജ്യത്തുള്ളവർ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഫജ്നഹ് ലഹ, താങ്കളും അതിലേക്കു ചായണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? താങ്കളും സമാധാനത്തിന് വഴങ്ങണം, പിന്നെ അക്രമത്തിൻ്റെ വഴി സ്വീകരിക്കാൻ പാടില്ല, അതിക്രമികാരിയാകാൻ പാടില്ല. വതവക്കൽ അലല്ലാഹ്, കാര്യങ്ങൾക്കൊക്കെ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കണം. അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നവൻ, അവനാണ് ആസൂത്രണം ചെയ്യുന്നവൻ. അപ്പോൾ മനുഷ്യസാധ്യമായതൊക്കെ ചെയ്യുകയും പിന്നെ ബാക്കി കാര്യം അള്ളാഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്യണം. ഇന്നഹു ഒരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ഇത് ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഒരു വിദേശ നയത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമാണ്. ഏതൊരു രാജ്യമാകുമ്പോൾ അതിനൊരു വിദേശ നയം ഉണ്ടാകും, ഒരു ആഭ്യന്തര നയമുണ്ടാകും, ഒരു വിദ്യാഭ്യാസ നയമുണ്ടാകും, ഒരു കാർഷിക നയമുണ്ടാകും. അപ്പോൾ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തിൻ്റെ വിദേശ നയം അതിതാണ്. ഒന്ന്, വഇൻ ജനഹു ലിസ്സൽമി, അവരുടെ അക്രമ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ നിന്ന്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. നിങ്ങളെ അവർ ആക്രമിക്കുകയില്ല, അവർ സമാധാനം ആഗ്രഹിക്കുന്നു എങ്കിൽ അതാണ് വഇൻ ജനഹു ലിസ്സൽമി, അവർ സന്ധിക്ക് തയ്യാറാവുകയാണെങ്കിൽ, സമാധാനത്തിന് ഒരുങ്ങുകയാണെങ്കിൽ ഫജ്നഹ് ലഹ, താങ്കളും അതിന് തയ്യാറാകണം. വതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം. തവക്കുൽ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്ന സംഗതിയാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ചെറിയ വിധത്തിൽ അത് വിശദീകരിച്ചിട്ടുമുണ്ട്. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്നത് അവനാണ് അറിയുക, അവനാണ് കാര്യങ്ങളൊക്കെ, അവരുടെ വർത്തമാനങ്ങൾ, അവരുടെ ഗൂഢാലോചനകൾ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും അവനാകുന്നു. ഇനി വഇൻ യുരീദു അൻ യഖ്ദഉക, അവർ താങ്കളെ വഞ്ചിക്കുകയാണ്. ഏകപക്ഷീയമായി വഞ്ചനക്ക് നിന്നു കൊടുക്കാൻ പാടില്ല. അങ്ങനെ വഞ്ചിക്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അവർ വഞ്ചിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ പ്രതിരോധിക്കുവാനും കടന്നാക്രമിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. അത് പക്ഷേ എന്നിട്ടും നമ്മൾ അറിയാതെയും വഞ്ചിക്കാലോ. ചില വഞ്ചനകൾ നമ്മൾ അറിഞ്ഞേക്കും, ചിലത് നമ്മൾ അറിയില്ലല്ലോ. അങ്ങനെ ഇസ്ലാമിക രാജ്യത്തിൻ്റെ സംവിധാനത്തിന് ശത്രുപക്ഷത്തിൻ്റെ വഞ്ചന മനസ്സിലാക്കാൻ കഴിയാതെ പോയാൽ, ഈ യുരീദു ഖിയാനതക, അവർ താങ്കളെ യഖ്ദഉക, ഈ യുരീദു അൻ യഖ്ദഉക, അതാണ് ഖദഅ, ഖാന, അതൊക്കെ വഞ്ചന എന്നുള്ള വാക്കിന് ഉപയോഗിക്കുന്ന, വഞ്ചന എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഈ അറാദ യുരീദു നമുക്കറിയണ വാക്കല്ലേ. ഈ യുരീദു, ഇൻ യുരീദു, അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചാൽ. എന്നുള്ളത് ചിലപ്പോൾ ഇന്ന എന്നുള്ള അർത്ഥത്തിൽ വരും, ചിലപ്പോൾ ഇതുപോലെ നിബന്ധനയായിട്ട് വരും. ഈ യുരീദു, അവർ ഉദ്ദേശിച്ചാൽ. യഖ്ദഉക, ഖദഅ യഖ്ദഉ, ഖുദ്അത്ത്. ഖുദ്അത്ത് എന്ന സൂത്രം, തന്ത്രം എന്നൊക്കെ അതിനർത്ഥം കിട്ടും. അപ്പം രാജ്യങ്ങൾ തമ്മിൽ തങ്ങളുടെ മേൽക്കോയ്മ മറ്റുള്ളവർ അംഗീകരിക്കുവാൻ വേണ്ടി, തങ്ങളുടെ നിലനിൽപ്പിനൊക്കെ വേണ്ടി ഒരുപാട് തന്ത്രങ്ങൾ പയറ്റും. ആ തന്ത്രങ്ങൾ ഒരുപക്ഷെ അയൽപ്പക്കത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഹാനികരമായിരിക്കും. അങ്ങനെ അവർ തന്ത്രങ്ങൾ പയറ്റിയാൽ എന്നും, അല്ലെങ്കിൽ അവർ വഞ്ചിച്ചാൽ എന്നൊക്കെയാണ് ഹർബു ഖുദ്അത്ത് എന്നൊരു ഹദീസ് ഉണ്ട്. അൽ ഹർബു, യുദ്ധം, ഖുദ്അത്താണ്, അത് തന്ത്രമാണ്. അപ്പോൾ യുദ്ധ പശ്ചാത്തലം ഉണ്ടായിരിക്കെ അവർ സന്ധിക്ക് തയ്യാറാകുന്നത് ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഫഇന്ന ഹസ്ബക, ഫഇന്ന ഹസ്ബക, അപ്പോൾ അല്ലാഹ് ഉണ്ടാവും. അതിന് വഞ്ചന എന്നും തന്ത്രം എന്നൊക്കെ അർത്ഥം പറയാം. ഫഇന്ന ഹസ്ബക, അപ്പോൾ തീർച്ചയായും താങ്കൾക്ക് മതി. ഹസ്ബക നമ്മൾ പറയല്ലേ, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, അത് നമ്മുടെ ഒരു നിത്യ ദിക്റാണ് കേട്ടോ. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം, സൂറത്ത് തൗബയിൽ അവസാനത്തെ ആയത്ത്. അതൊക്കെ ദിക്റുകളായിട്ട് ഉണ്ടാകണം. സൂറത്ത് തൗബയിൽ അവസാനത്തെ ആയത്തിൻ്റെ ഈ ദിക്ർ രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. ഒക്കെ നമ്മളെ കാവലിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫഇന്ന ഹസ്ബക അല്ലാഹ്, അപ്പോൾ താങ്കൾക്ക് അള്ളാഹു മതിയാകും. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി, അതാണ് ഹസ്ബി അല്ലാഹ്. നമ്മൾ ഇവിടെ ഫഇന്ന ഹസ്ബക അല്ലാഹ്, താങ്കളുടെ സംരക്ഷണവും താങ്കളുടെ ഉത്തരവാദിത്വവും അള്ളാഹു ഏറ്റെടുത്തിരിക്കും. ഹുവല്ലദി അയ്യദക ബിനസ്രി, ഇതിന് ഉദാഹരണം പറയാം. ഹുവല്ലദി, അവനല്ലേ, അവനാണല്ലോ
അയ്യതൊക്ക താങ്കൾക്ക് കരുത്തേക്കത്. അയ്യത യദുൻ എന്നുള്ള ഇതുണ്ടായതാ, കരുത്തിൻ്റെ പ്രതീകമാണല്ലോ കയ്യ്. അയ്യത ശക്തിപ്പെടുത്തി, ബിനസ്രിഹി അവൻ്റെ സഹായം കൊണ്ട് കരുത്ത് നൽകി, ശക്തിപ്പെടുത്തി. എപ്പോഴാണ് അത് കണ്ടത്? ബദർ യുദ്ധത്തിൽ കണ്ടല്ലോ. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ അവരുടെ യുദ്ധതന്ത്രം കൊണ്ടും അവരുടെ ആയുധത്തിൻ്റെ പെരുപ്പം കൊണ്ടൊന്നും ജയിച്ചതല്ല, അള്ളാഹിൻ്റെ സഹായം കൊണ്ട് തന്നെ ജയിച്ചതാണ്. എല്ലാ തരത്തിലും സഹായിച്ചിട്ടുണ്ട്. അതാണ് ഹുവല്ലദി അയ്യദക, അവൻ താങ്കളെ സഹായിച്ചിട്ടുണ്ട്, ബിനസ്രിഹി അവൻ്റെ സഹായം കൊണ്ട്, അവൻ ശക്തി പകർന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് ബിനസ്രിഹി എന്ന് അർത്ഥം ശരിയാവും അല്ലേ. അവൻ്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് ശക്തി പകർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കരുത്തു നൽകിയിട്ടുണ്ട്. വബിൽ മൂമിനീൻ, പിന്നെ മൂമിനീങ്ങളെ കൊണ്ട്. മൂമിനീങ്ങൾക്ക് ആയുധം കുറവായിരുന്നുവെങ്കിലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പാറ പോലെ ഉറച്ചു നിന്നു. എന്നിട്ട് ശത്രുക്കളോട് അവർ പൊരുതിയില്ല. അതൊക്കെ അള്ളാഹ് നൽകിയ മനക്കരുത്തായിരുന്നു എന്ന് ചുരുക്കം. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നമുക്ക് നിർത്താം. ഇൻ ജനഹു ലിസ്സൽമി, അവർ സമാധാനത്തിലേക്ക് ചാഞ്ഞാൽ, ഫജ്നഹ് ലഹ താങ്കളും അതിന് ചായണം. വതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ ബരമേൽപ്പിക്കണം. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ. വഇൻ യുരീദു അൻ യഖ്ദഊക, അവർ താങ്കളെ വഞ്ചിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫഇന്ന ഹസ്ബക്കല്ലാഹ്, അപ്പോൾ താങ്കൾക്ക് തീർച്ചയായും താങ്കൾക്ക് അല്ലാഹു മതി. ഹുവല്ലദി അയ്യദക, അവനാണ് താങ്കൾക്ക് കരുത്തു നൽകിയത്, ശക്തി നൽകിയത്, ബിനസ്രിഹി അവൻ്റെ സഹായം കൊണ്ട്, വബിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളെ കൊണ്ടും. അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട്, അവൻ്റെ സഹായത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, അവൻ്റെ സഹായം ലഭിക്കുന്ന ഭാഗ്യവാന്മാരെയും നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമീങ്ങൾ വളരെ പ്രയാസകരമായ സാഹചര്യത്തിലാണ് ഇന്ത്യയിലുള്ളത്. നാഥാ, ഈ മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ രക്ഷിതാവേ. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളോടും കരുണയും അതുപോലെ തന്നെ സ്നേഹവുമുള്ള വിധത്തിലുള്ളൊരു ഭരണ സംവിധാനം നിലവിൽ വരുത്തുമാറാകണേ രക്ഷിതാവേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.